ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം 2025 എന്ന് പറഞ്ഞാൽ മിക്ക വണ്ടികളിലെയും അത്യാവശ്യം സെയിൽസ് ഒക്കെ നന്നായിട്ട് പീക്ക് ചെയ്തൊരു സമയമായിരുന്നു. അതിൽ തന്നെ ക്രെറ്റയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കുറച്ചധികം സെയിൽ കൂടിയൊരു സമയമാണ്. ഇതുവരെ ഹ്യുണ്ടായി വിറ്റിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ക്രെറ്റ വിറ്റിരിക്കുന്നതും 2025 തന്നെയാണ്. പിന്നെ ഹ്യുണ്ടായുടെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയും ക്രെറ്റയാണെന്നുള്ളത് മിക്കവാറും നിങ്ങൾക്കൊക്കെ തന്നെ അറിയാമായിരിക്കും. കഴിഞ്ഞ വർഷം 2 ലക്ഷം ക്രെറ്റയാണ് അവർ ടോട്ടൽ വിറ്റത്. ആൻഡ് അത് ഹയസ്റ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് നമ്മളിപ്പം ശരിക്കും കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം അവർ ഏകദേശം 550 വണ്ടി വെച്ച് വിൽക്കുന്നുണ്ട് ടോട്ടൽ. ക്രെറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്, അങ്ങനെ എല്ലാ കോമ്പിനേഷൻസും കൂടെ ഉള്ള ഒരു മോഡലാണ്. ഇലക്ട്രിക് ഇറങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല, കഴിഞ്ഞ വർഷമാണ് ഇറങ്ങിയത്. പിന്നെ ഇതിനെ നമ്മൾ വീണ്ടും കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 550 വണ്ടികളൊരു ദിവസം എന്ന് പറയുമ്പം ഒരു മണിക്കൂറിൽ അത് ഏകദേശം 23-24 അടുത്തേക്ക് ആവും. ആൻഡ് ഏകദേശം 2.5 മിനിറ്റിൽ ഓരോ ക്രെറ്റ വെച്ച് ഇന്ത്യയിൽ വിറ്റ് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് മിക്കവാറും ഒരു 2-3 ക്രെറ്റ ഓൾറെഡി വിറ്റ് പോയി കാണുമായിരിക്കും. അതാണ് ഇപ്പോഴത്തെ ക്രെറ്റയുടെ ഇന്ത്യയിലുള്ള മാർക്കറ്റ് ഹോൾഡ്. മാരുതി സുസുക്കിയുടെ കുറേ വണ്ടികളൊക്കെ നമ്മൾ ഈ ഒരു സംഭവത്തിന് മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിലയുള്ളൊരു വണ്ടി എല്ലാവരും ഇതിന് ടോപ്പ് എൻഡ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ഏകദേശം ഒരു 15-20 ലാക്സ് വരെയാണ് ആൾക്കാർ ഈ വാഹനത്തിൽ മുടക്കാറുള്ളത്. 15 ലാക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് മോഡലിനൊക്കെയാണ് നമുക്ക് ഓൺ റോഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടുന്നത്. അതിലും കൂടുതലൊക്കെ ആൾക്കാർ ഇതിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. മിക്കവാറും 18-20 ലാക്സിൻ്റെ റേഞ്ചിലാണ് ആൾക്കാർ ഈ വണ്ടി എടുക്കാറുള്ളത്. ആൻഡ് അതത്ര ചെറിയൊരു എമൗണ്ട് അല്ല. ആ എമൗണ്ടിൽ ഇത്രയും വണ്ടികൾ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ചെറിയ കാര്യമല്ല. നമ്മളിപ്പോൾ മാരുതിയുടെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ മിക്ക വാഹനങ്ങൾക്കും ഇത്തരം സെയിൽസ് കിട്ടുന്ന ഒരു 10-15 ലാക്സിൻ്റെ അകത്ത് നിൽക്കുന്ന വണ്ടികൾക്കായിരിക്കും. അതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി സെയിൽസ് കുറവാണ് പൊതുവെ അവർക്ക് ഉണ്ടാവാറുള്ളത്. ക്രെറ്റ ആണെങ്കിലും കഴിഞ്ഞ മാസം എല്ലാ മാസങ്ങളിലും കോൺസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം എല്ലാ മാസങ്ങളിലും കോൺസ്റ്റൻ്റ് ആയിട്ടൊരു 16,000-18,000 ഇടയിൽ സെയിൽസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഹൈ സെയിൽസിലോട്ട് ഈ വാഹനം പോയത്. ഇനി ഈ സെയിൽസിൽ തന്നെയുള്ള സ്പ്ലിറ്റ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ 4.4-4.4 മീറ്റേഴ്സിന് ഇടയിലുള്ള SUVസിൻ്റെ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് പാനറോമിക് സൺറൂഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനം ക്രെറ്റ ആയിരുന്നു. അങ്ങ് 2020 അപ്പോഴാണ് ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ മോഡൽ വന്ന്. അപ്പോൾ സെയിൽസ് ആ സമയത്ത് അത്യാവശ്യം നല്ലതായിരുന്നു. 2019 സെൽറ്റോസ് വന്നതുകൊണ്ട് ഒന്ന് സെയിൽസ് ഡൗൺ ആയിരുന്നു. അതായിരുന്നു അതിൻ്റെ ആ ഒരു 2018 ഭയങ്കര പീക്ക് സെയിൽസിലോട്ട് കയറിയിട്ട് പിന്നെ 2019 ആയപ്പോഴേക്കും സെയിൽസ് കുറയാനുള്ള റീസൺ. പിന്നെ 2020 ഡെഫിനറ്റ്ലി സെയിൽസ് കുറവായിരുന്നു, കാരണം കോവിഡ് വന്നു, അതിൻ്റേതായിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് സെയിൽ കൂടുന്ന തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഈ വാഹനത്തിൻ്റെ ടോട്ടൽ സെയിൽസിൽ 70% മുകളിൽ ഇതിൻ്റെ സൺറൂഫുള്ള മോഡൽസാണ് വിറ്റ് പോയിരിക്കുന്നത്. അതായത് മിഡിൽ ടു എൻ്റെ മുകളിലേക്കുള്ള വേരിയൻസ് ആണ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ആൾക്കാർക്ക് എന്തുമാത്രം സൺറൂഫിലുള്ളൊരു ക്രൈസ് ആണുള്ളത് എന്നാണ് അതിൽ കാണിക്കുന്നത്. സോ ഈ വണ്ടിയിൽ സൺറൂഫ് വന്നതുകൊണ്ട്, അതിനുശേഷം സൺറൂഫ് ഇൻ ദ സെൻസ് പാനറോമിക് സൺറൂഫ് വന്നതുകൊണ്ട് അതിനുശേഷം പിന്നെ സെഗ്മെൻറ്റിലുള്ള ഒരുപാട് വണ്ടികൾ പാനറോമിക് സൺറൂഫ് വരാൻ തുടങ്ങി. പാനറോമിക് സൺറൂഫ് ഏകദേശം ഒരു ബേസിക് നോം പോലെയായി. എന്തൊക്കെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ സാധനം കൊടുത്താലും ആൾക്കാർ വണ്ടി വാങ്ങുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലും ഏകദേശം എത്തി. അങ്ങനെയാണ് 2023 ആയപ്പോഴേക്കും സെൽറ്റോസിലും നമ്മുടെ കിയ പാനറോമിക് സൺറൂഫ് കൊടുത്തത്. അത്രയും കാലം ആൾക്കാർക്ക് ഇത് തന്നെ ഒരു ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. സെൽറ്റോസും ക്രെറ്റയും നമ്മൾ ചൂസ് ചെയ്യുമ്പം സെൽറ്റോസിൽ സിംഗിൾ പെയിൻ സൺറൂഫാണ്, ക്രെറ്റ ആകുമ്പോൾ നമുക്ക് വലിയ പാനറോമിക് സൺറൂഫ് കിട്ടും, അതുകൊണ്ട് ക്രെറ്റ എടുക്കാം എന്ന് പറഞ്ഞ് ക്രെറ്റ എടുക്കുന്ന ആൾക്കാരും ഒരു കാലത്തുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ സെഗ്മെൻറ്റിൽ തന്നെ 13 വണ്ടികളാണുള്ളത്. അതിൽ ചില വണ്ടികളൊക്കെ കുറച്ച് വീക്കായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രെറ്റ ഉണ്ട്, സെൽറ്റോസ് ഉണ്ട്, ഗ്രാൻഡ് വിറ്റാരി ഉണ്ട്, വിക്ടോറിസ് ഉണ്ട്, ഹൈറൈഡർ ഉണ്ട്, പിന്നെ ആസ്റ്റർ ഉണ്ട്, കുഷാക്ക്, ടൈഗൂൺ, C3 എയർക്രോസ്, പിന്നെന്താ ഉള്ളത്, അങ്ങനെ ഈവൻ കെർബ്, ബസോൾട്ട്, അങ്ങനെ കുറേ വണ്ടികൾ കൂപ്പ SUVസിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് ഇതിപ്പോൾ. എന്നിട്ടും ഈ കാറ്റഗറിയിൽ ഇപ്പോഴും ഒരുപാട് വണ്ടികൾ പുതിയതായിട്ട് വന്നിട്ടും ഇതിനെ പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഇനിയിപ്പോൾ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും പുതിയ ഡസ്റ്റർ വരും. അതിനുശേഷം പിന്നെ 1-2 മാസം കഴിയുമ്പോഴേക്കും നിസാൻ്റെ ടെക്ടോണും വരും. ടോട്ടൽ നമ്പേഴ്സ് 15 പോകും ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളുടെ. എനിവേ ഇതിൻ്റെ ഡീസൽ വണ്ടിയുടെ സെയിൽസും ഇപ്പോഴും ഒട്ടും മോശമല്ല. എല്ലാവരും BS6 വന്നു, BS6.2 വന്നു, ഡീസലിൻ്റെ അവസാനമാണ്, ഇലക്ട്രിക് ഭരിക്കും എന്നൊക്കെ പറയുമ്പോഴും 44% ഈ വാഹനത്തിൻ്റെ ടോട്ടൽ സെയിൽസ് ഡീസലിനാണ് കഴിഞ്ഞ വർഷം ഈ 2 ലക്ഷം വണ്ടികളിൽ കിട്ടിയിരിക്കുന്നത്. അത് ഒരിക്കലും ഒരു ചെറിയ നമ്പർ അല്ല. ഈ സെഗ്മെൻറ്റിൽ ഡീസലിൻ്റെ ഓപ്ഷൻസ് കുറവായതുകൊണ്ട് ഒരു റീസൺ ആയിരിക്കും. കാരണം ക്രെറ്റയിലും സെൽറ്റോസിലും മാത്രമേ നമുക്ക് ഡീസൽ കിട്ടുന്നുള്ളൂ. പക്ഷെ എന്നാലും അത്രയും എമൗണ്ടൊക്കെ ഡീസലവർക്ക് വണ്ടികൾ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി കമ്പനികൾക്ക് അതൊരു പ്രചോദനമാവാനുള്ള സമയം ഇപ്പോൾ കഴിഞ്ഞു. കാരണം ബാക്കിയുള്ളൊരു ഡീസൽ കൊടുക്കുകയാണെങ്കിൽ അതിനും എടുക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ എഞ്ചിൻ പിന്നെ അത്യാവശ്യം നല്ലതാണ്, നല്ല മൈലേജ് കിട്ടും, ആവശ്യത്തിന് പവറൊക്കെ ഉണ്ട്, അതിനകത്ത് ഡീസൽ ഓട്ടോമാറ്റിക് അവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ കീ പോയിന്റ്സ് ആണ്. ഈ സെഗ്മെൻറ്റിൽ ഡീസൽ വണ്ടികൾ ഇനി ഇറക്കാൻ ഏതെങ്കിലും കമ്പനികൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു മെയിൻ സംഭവം തന്നെയായിരിക്കും. പക്ഷെ എന്നാലും അവർക്കാർക്കും കൊടുക്കാൻ താല്പര്യമില്ല. അവർ എമിഷൻസ് വെച്ച് ഇനിയിപ്പോൾ കളിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഇതൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഹ്യുണ്ടായെ പറ്റി പൊതുവെ പറയുകയാണെങ്കിൽ 2020 ഇവരുടെ ഫസ്റ്റ് ടൈം ബയേഴ്സ് ഉണ്ടായിരുന്നത് 13% ആയിരുന്നു ടോട്ടൽ. അതിപ്പോൾ 2025 ആയപ്പോഴേക്കും 32%ലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഹ്യുണ്ടായി ഓൾറെഡി ഫസ്റ്റ് ടൈം ബയേഴ്സിൻ്റെ ഇടയിൽ അത്യാവശ്യം പോപ്പുലർ ആയിരുന്നു. പണ്ട് വന്ന സമയത്തൊക്കെ സാൻഡ്രോ എല്ലാവരും ഫസ്റ്റ് കാറായിട്ട് തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കുറച്ച് കുറവാണെന്ന് മാത്രം. ഫസ്റ്റ് ടൈം ബയേഴ്സ് കൂടുതലും എപ്പോഴും മാരുതി സുസുക്കിയിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഹ്യുണ്ടായും പിടിച്ച് കയറി വരുന്നുണ്ടെന്ന് മാത്രം. അതിനിവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല ക്രെറ്റയുടെ വീഡിയോയിൽ. ജസ്റ്റ് ഓവറോൾ ഇവരുടെ കാര്യം പറഞ്ഞെന്ന് മാത്രം. എനിവേ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ക്രെറ്റയുടെ ഈ സക്സസിനെ പറ്റി പറയാനുള്ളതെന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.